മദീന രാത്രി ശാന്തമാണ്. അവിടെ പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുകയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. മഹദിയുടെ അരികിൽ വാക്കുകളില്ലാതെ അലി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. കണ്ണുകളിൽ പേടിയാണ്, ഹൃദയത്തിൽ വേർപാടിന്റെ വിറയലാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പതുക്കെ അലിയാർ തങ്ങളെ നോക്കി പറഞ്ഞു, യാ അലി, ഞങ്ങളോട് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല, ഞങ്ങളോട് ഒരിക്കൽ പോലും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്നും ഒരൽപ്പം കണ്ണുനീർ വീണു. ശബ്ദം തകർന്നു. അല്ലാഹുവാണ് സത്യം, നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ ശുദ്ധയും കൂടുതൽ സത്യസന്ധയുമായിരുന്നു. മഹദി വീണ്ടും പറഞ്ഞു, ഇതാണ് എൻ്റെ അവസാന ആഗ്രഹം. എൻ്റെ വഫാത്തിന് ശേഷം എന്നെ രാത്രിയിൽ ഖബറടക്കണം. അലി റളിയല്ലാഹു അൻഹു മൗനമായി തലകുനിച്ചു. വാഗ്ദാനം കണ്ണീരിലെഴുതി. അല്പസമയത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ശ്വാസം ശാന്തമായി. മഹദി ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞുപോയി. രാത്രിയിൽ ഖബറിനുള്ളിൽ അലി റളിയല്ലാഹു അൻഹു സ്വന്തം കൈകളാൽ മഹദിയെ വെച്ചു. മണ്ണ് വീഴുമ്പോൾ ഹൃദയം തകർന്നു. ഖബറിനരികിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ അമാനത്ത് ഞാൻ തിരികെ നൽകിയിട്ടുണ്ട്. പിന്നെ ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ട് പതുക്കെ പറഞ്ഞു, യാ ഫാത്തിമ, നീ പോയതിൽ പിന്നെ ഈ ലോകം